പശ്ചിമേഷ്യയുടെ ചരിത്രത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വലിയൊരു രാഷ്ട്രീയ പ്രകമ്പനത്തിനാണ് ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പതിറ്റാണ്ടുകളായി പരസ്പരം പോരടിച്ച ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ചോര വീണ മണ്ണിലൂടെ ഒരു ഭരണാധികാരിയുടെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നു പോകുമ്പോൾ അത് കേവലം ഒരു ശവസംസ്കാര ചടങ്ങല്ല, മറിച്ച് പശ്ചിമേഷ്യയിലെ മാറിയ ഭൗമ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളുടെ നേർചിത്രമാണ്. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമേനിയുടെ ഭൗതിക ശരീരം ഇറാഖിലേക്ക് വിലാപയാത്രയായി കൊണ്ടുപോകുന്നതാണ് ലോകത്തെ അമ്പരപ്പിച്ചിരിക്കുന്നത്. ഒരു കാലത്ത് ഇറാന്റെ ഏറ്റവും ക്രൂരനായ ശത്രുവായിരുന്ന ഇറാഖിന്റെ മണ്ണിലൂടെ, അവിടുത്തെ വിശുദ്ധ നഗരങ്ങളിലൂടെ ഖമേനിയുടെ മൃതദേഹം കടന്നു പോകുമ്പോൾ അത് ചരിത്രപരമായ ഒരു വഴിത്തിരിവായി മാറുകയാണ്. ശത്രുതയുടെ കടുത്ത അതിർവരമ്പുകൾ മായ്ച്ചു കളഞ്ഞ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആത്മീയവും തന്ത്രപരവുമായ ബന്ധം എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് ഈ അസാധാരണ സംഭവം അടിവരയിടുന്നു. ഈ സംഭവത്തിന്റെ പ്രാധാന്യം പൂർണ്ണമായി മനസ്സിലാക്കണമെങ്കിൽ 4 പതിറ്റാണ്ട് പിന്നിലേക്ക് നമ്മൾ സഞ്ചരിക്കേണ്ടതുണ്ട്. 1980 മുതൽ 88 വരെ നീണ്ടുനിന്ന ഭീകരമായ ഇറാൻ-ഇറാഖ് യുദ്ധം പശ്ചിമേഷ്യയെ ചോരയിൽ മുക്കിയ ഒന്നായിരുന്നു. അന്നത്തെ ഇറാഖ് പ്രസിഡന്റായിരുന്ന സദാം ഹുസൈൻ ഇറാനെതിരെ സമ്പൂർണ്ണമായ സൈനിക ആക്രമണം അഴിച്ചുവിട്ടതോടെയാണ് ഈ ദുരന്തത്തിന് തുടക്കമാകുന്നത്. 1979 അയത്തുള്ള റുഹുള്ള ഖമേനിയുടെ നേതൃത്വത്തിൽ ഇറാനിൽ നടന്ന ഇസ്ലാമിക വിപ്ലവമാണ് സദാം ഹുസൈനെ ഇത്തരമൊരു നീക്കത്തിന് പ്രേരിപ്പിച്ചത്. ഇറാഖിലെ സുന്നി ആധിപത്യമുള്ള തന്റെ ഭരണകൂടത്തിന് ഇറാന്റെ വിപ്ലവ വീര്യം വലിയൊരു ഭീഷണിയാകുമെന്ന് സദ്ദാം ഭയപ്പെട്ടു. ഇറാഖിലെ ഭൂരിപക്ഷ ജനസംഖ്യയായ ഷിയ വിഭാഗത്തിനിടയിലേക്ക് ഇറാന്റെ വിപ്ലവ ആശയങ്ങൾ പടർന്നു പിടിക്കുകയും അത് തന്റെ ഭരണത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യുമെന്ന ആശങ്ക സദ്ദാമിനുണ്ടായിരുന്നു. ഈ ആഭ്യന്തര ഭയത്തിന് പുറമെ ഷട്ട് അൽ അറബ് ജലപാതയെ ചൊല്ലിയുള്ള അതിർത്തി തർക്കങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുതയ്ക്ക് ആക്കം കൂട്ടി. 8 വർഷത്തോളം നീണ്ടുനിന്ന ഈ യുദ്ധത്തിൽ ട്രെഞ്ച് വാർഫെയർ അഥവാ ബങ്കറുകൾ കേന്ദ്രീകരിച്ചുള്ള പോരാട്ടങ്ങളും മാരകമായ രാസായുധ പ്രയോഗങ്ങളും സർവ്വസാധാരണമായിരുന്നു. 10 ലക്ഷത്തിലധികം മനുഷ്യരുടെ ജീവനാണ് ഈ പോരാട്ടത്തിൽ പൊലിഞ്ഞുപോയത്. തലമുറകളോളം നീണ്ടുനിന്ന കടുത്ത കയ്പും പരസ്പരമുള്ള അവിശ്വാസവും ഈ യുദ്ധം ബാക്കിപത്രമാക്കി നൽകി. അക്കാലത്ത് ഇറാന്റെ സായുധ സേനയുടെ തലപ്പത്തും രാഷ്ട്രീയ രംഗത്തും സജീവമായിരുന്ന അലി ഖമേനി ഇറാഖിനെ ഇറാന്റെ ഏറ്റവും വലിയ ശത്രുവായാണ് കണ്ടിരുന്നത്. എന്നാൽ കാലം വരുത്തിയ മാറ്റങ്ങൾ ഈ കടുത്ത ശത്രുതയെ ആഴത്തിലുള്ള സഖ്യമാക്കി മാറ്റിമറിക്കുന്ന കാഴ്ചയ്ക്കാണ് ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിക്കുന്നത്. യുദ്ധത്തിന്റെ പ്രാരംഭ വർഷങ്ങളിൽ ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ തോതിലുള്ള ചലനങ്ങളുണ്ടായി. 1980 ഫെബ്രുവരിയിൽ ഇറാന്റെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായി അബുൽ ഹസൻ ബാനി സദർ അധികാരമേൽക്കുകയും അദ്ദേഹം സായുധ സേനയുടെ കമാൻഡർ ഇൻ ചീഫ് പദവി അലങ്കരിക്കുകയും ചെയ്തു. എന്നാൽ യുദ്ധം എങ്ങനെ നയിക്കണം എന്നതിനെക്കുറിച്ചും രാജ്യത്തിന്റെ ഭരണ സംവിധാനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ചും ബാനി സദറും പരമോന്നത നേതാവായ അയത്തുള്ള ഖൊമേനിയും തമ്മിൽ കടുത്ത പ്രത്യയശാസ്ത്രപരമായ ഭിന്നതകൾ ഉടലെടുത്തു. ഈ തർക്കങ്ങൾ ഒടുവിൽ ബാനി സദറിന്റെ ഇംപീച്ച്മെന്റിലേക്ക് നയിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ പിടിച്ചെടുക്കുകയും ഒടുവിൽ ഫ്രാൻസിലേക്ക് സ്ഥിരമായി നാടുകടത്തപ്പെടുകയും ചെയ്തു. ഈ രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിലാണ് അലി ഖമേനി ഇറാന്റെ പ്രസിഡന്റായും പിന്നീട് പരമോന്നത നേതാവായും ഉയർന്നു വരുന്നത്. വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട അയത്തുള്ള അലി ഖമേനിയുടെ അന്ത്യയാത്രയ്ക്കായി തയ്യാറാക്കിയിരിക്കുന്ന വിലാപയാത്രയുടെ ഷെഡ്യൂൾ ഏറെ സവിശേഷതകൾ നിറഞ്ഞതാണ്. ഇരു രാജ്യങ്ങളിലെയും അതിപ്രധാനമായ മതകേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ യാത്ര വിഭാവനം ചെയ്തിരിക്കുന്നത്. ചൊവ്വാഴ്ച ഖമേനിയുടെ ഭൗതിക ശരീരം ഇറാന്റെ പ്രത്യയശാസ്ത്ര കേന്ദ്രവും ഷിയ പണ്ഡിതന്മാരുടെ പ്രധാന വിദ്യാഭ്യാസ കേന്ദ്രവുമായ വിശുദ്ധ നഗരമായ ഖുമിലെത്തിച്ചു. തുടർന്ന് ബുധനാഴ്ച ചരിത്രപരമായ അതിർത്തി കടക്കൽ നടന്നു. ഇറാഖിലെ ഷിയ വിശ്വാസികളുടെ ഏറ്റവും വിശുദ്ധ നഗരങ്ങളായ നജാഫിലും കർബലയിലും ഖമേനിയുടെ ഭൗതിക ശരീരം എത്തിച്ചു. ഈ പ്രദേശങ്ങളിൽ ഇറാനുമായുള്ള ശക്തമായ സ്വാധീനവും പ്രാദേശിക ഷിയ ഗ്രൂപ്പുകളുടെ സാന്നിധ്യവും കണക്കിലെടുക്കുമ്പോൾ വൻ ജനപങ്കാളിത്തമാണ് ഇവിടെ ദൃശ്യമായത്. അതിനുശേഷം വ്യാഴാഴ്ച ഭൗതിക ശരീരം ഇറാനിലെ മഷാദിലേക്ക് തിരികെ കൊണ്ടുവരികയും അവിടുത്തെ അതിപ്രധാനമായ ഇമാം റിസ മസ്ജിദിന് സമീപം അടക്കം ചെയ്യുകയും ചെയ്യും. ഖമേനിയുടെ ഭൗതിക ശരീരം ഇറാഖിന്റെ മണ്ണിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം കേവലം ഒരു മതപരമായ ചടങ്ങല്ല, മറിച്ച് വലിയൊരു രാഷ്ട്രീയ സന്ദേശമാണ്. 2003 അമേരിക്കൻ അധിനിവേശത്തെ തുടർന്ന് സദ്ദാം ഹുസൈന്റെ ഭരണം തകർന്നതോടെ ഇറാഖിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇറാൻ തങ്ങളുടെ സ്വാധീനം ശക്തമായി ഉറപ്പിച്ചു. ബാഗ്ദാദിലും നജാഫിലും കർബലയിലും ഇന്ന് ഇറാന്റെ പിന്തുണയുള്ള ശക്തമായ ഷിയ രാഷ്ട്രീയ കൂട്ടായ്മകളും അർദ്ധ സൈനിക വിഭാഗങ്ങളും സജീവമാണ്. ഒരു കാലത്ത് ഇറാനെ തകർക്കാൻ ശ്രമിച്ച ഇറാഖ് ഇന്ന് ഇറാന്റെ തന്ത്രപരമായ പങ്കാളിയായി മാറിയിരിക്കുന്നു. നജാഫും കർബലയും തിരഞ്ഞെടുക്കുന്നതിലൂടെ തങ്ങളുടെ ആത്മീയവും സൈനികവുമായ മേധാവിത്വം അതിർത്തികൾക്കപ്പുറത്തേക്കും ശക്തമാണെന്ന് ടെഹ്റാൻ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. ഈ അന്ത്യയാത്രയിലൂടെ ഇറാൻ ലക്ഷ്യമിടുന്നത് ഖമേനിയുടെ പൈതൃകത്തെ ഒരു ദേശീയ നേതാവ് എന്നതിനപ്പുറം ആഗോള ഷിയ സമൂഹത്തിന്റെ രക്തസാക്ഷിത്വത്തിന്റെയും പ്രതിരോധത്തിന്റെയും പ്രതീകമായി ഉയർത്തിക്കാട്ടാനാണ്.
രാഷ്ട്രീയമായി തങ്ങളുടെ പ്രാദേശിക സഖ്യശക്തികൾക്ക് മുന്നിൽ തങ്ങളുടെ അധികാരം ഇനിയും തകർന്നിട്ടില്ലെന്ന് തെളിയിക്കാനും ശത്രുക്കൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകാനും ഈ ചടങ്ങിലൂടെ ഇറാന് സാധിക്കുന്നു. കടുത്ത ശത്രുതയിൽ നിന്നും ആഴത്തിലുള്ള ആത്മീയ സഖ്യത്തിലേക്കുള്ള ഇറാൻ-ഇറാഖ് ബന്ധത്തിന്റെ ഈ മാറ്റം പശ്ചിമേഷ്യയിലെ ഭൗമ രാഷ്ട്രീയ സമവാക്യങ്ങൾ എത്രത്തോളം വേഗത്തിലാണ് മാറി മറിയുന്നത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ്. തോക്കുകളും രാസായുധങ്ങളും സംസാരിച്ച അതിർത്തികളിൽ ഇന്ന് വിലാപയാത്രകളും ആത്മീയ ഗീതങ്ങളും മുഴങ്ങുമ്പോൾ അത് ചരിത്രത്തിന്റെ കാവ്യനീതിയായി മാറുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.